ഇതിനെല്ലാത്തിനകത്തും ഒരു ഒരുമിപ്പിക്കുന്ന ഒന്നുണ്ട്. അത് ഈ സംവിധായകരുടെ എല്ലാം അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന കഥകളും എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതുമൊക്കെ അവിടെയാണ് നമ്മൾ വേവ് ലെന്ത് ഒരുമിച്ച് വരിക. അപ്പോൾ അത് സമൂഹത്തിൽ നടക്കുന്ന പല അനീതികളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താണോ ശരിയായത് അതല്ല നടക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കൺസേൺഡ് ആയിട്ടുള്ള സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ തമാശയായിട്ട് പറയാം, പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോ ബഡ്ജറ്റ് ഫിലിമാണ്. സോ ദർ ഇസ് നോ മണി. അപ്പം ചില സിനിമകളിലൊക്കെ നമ്മൾ അവസാനം ഡയറക്ടർക്ക് പൈസ അവർ കടം മേടിക്കുന്ന അവസ്ഥ വരും. കാര്യം അവരുടെ കയ്യിൽ പൈസ ഇല്ല. സോ യു ഷുഡ് നോ ദാറ്റ്. അതിൻ്റെ ഒരു മോശം വശം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം വരുന്നവർ ആദ്യം പറയുന്നത് സാറേ ഇതൊരു കാശുള്ളവരായിരിക്കും, എന്നാലും പറയുന്നത് സാറേ ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ ഞാൻ പറയും എന്നാൽ കുറച്ച് പൈസ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ അവർ ലോ ബഡ്ജറ്റ് പടമാണെന്ന് പറയുന്നതിന് മുന്നേ അങ്ങോട്ട് ചാടി പറയും എൻ്റെ പൈസ ഇത്രയാണ്, ഇതുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. അതല്ലെങ്കിൽ അവർ നമ്മളെ ട്രാപ്പ് ചെയ്യും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വളരെ വ്യത്യസ്തരായിട്ടുള്ള നിരവധി സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം അരവിന്ദേട്ടൻ്റെ ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക് അല്ല സിനിമയെ പറ്റി അടൂർ സാറിനുള്ളത്, അല്ലെങ്കിൽ അടൂരിൻ്റെ സിനിമ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമാ സങ്കല്പങ്ങളുള്ള അതിൻ്റെ ഈസ്തറ്റിക്സിനെ പറ്റി ഞാൻ പറയുന്നത്, ഫങ്ഷനല്ല. അപ്പോൾ അത് ഉള്ള ഒരാളാണ് അരിബാം ശ്യാം ശർമ്മ. അതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ട് വളരെ പോയറ്റിക്കായിട്ട് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളാണ് ബുദ്ധദേവ് ദാസ് ഗുപ്ത. അപ്പോൾ ഈ ഒരു 4-5 സംവിധായകരെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വീക്ഷണവും കലാപരമായിട്ട് സിനിമയുടെ കലാപരമായിട്ടുള്ള പ്രയോഗം എങ്ങനെയായിരിക്കണോ എന്നുള്ളതിനെ പറ്റിയും ഒക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തുന്ന ആൾക്കാരാണ് ഞാൻ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പം അങ്ങനെ പോകുമ്പോഴും ഈ പറഞ്ഞ വളരെ ലിമിറ്റഡായിട്ടുള്ള പരിമിതമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സിനിമകളായതുകൊണ്ട് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ എപ്പോഴും ചില കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിലുള്ള ലിമിറ്റേഷൻസാണ് അതിലെ കൂടുതലും ഉള്ളത്. അപ്പോൾ അത് മറികടന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ആ ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലൊക്കെ എനിക്ക് ഒരു പക്ഷേ അതായിരിക്കും എന്നെപ്പറ്റി മറ്റ് ഡയറക്ടറുടെ ചെവികളിൽ എത്തിയിരിക്കുക. പരിമിതമായിട്ടുള്ള ഇതിൽ സണ്ണി അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്നെ മറ്റ് സംവിധായകരും വിളിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എല്ലാവരുമായിട്ട് നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്നില്ല. പലരുമായിട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ് പിന്നീട് സംസാരിക്കാത്ത ഡയറക്ടർമാരും ഉണ്ട്. അപ്പോൾ അതേസമയം ബുദ്ധദേവ് ദാസ് ഗുപ്തയെ പോലെയോ അരവിന്ദേട്ടനെ പോലെ, ഇപ്പോൾ അരവിന്ദേട്ടൻ എനിക്കൊരു സിനിമാ സംവിധായകൻ എന്നുള്ളതിനുപരി എൻ്റെ ഒരു മുതിർന്ന ആളുടെ സ്ഥാനത്ത് നിന്നിട്ട് എന്നെ ഗൈഡ് ചെയ്തിരുന്ന ഒരു മെൻറ്റർ പോലെ തന്നെയാണ്. മെൻറ്റർ പോലെ തന്നെയാണെന്നല്ല, മെൻറ്ററായിരുന്നു അരവിന്ദേട്ടൻ. അപ്പോൾ അത് വളരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് അവരെല്ലാം. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് അരവിന്ദേട്ടനുണ്ട്, പിന്നെ ബുദ്ധദേവ് ദാസ് ഗുപ്ത ഉണ്ടാവും, അരിബാം ശ്യാം ശർമ്മ, അവരൊഴിച്ച് അങ്ങനെയുള്ളവർ കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് ഡീപ്പറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വളർത്തുന്നില്ല. അരവിന്ദേട്ടനാണ് യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അരവിന്ദേട്ടനാണ്. ക്ലൗൺ ആൻഡ് ദ ഡോഗ്, കോമാളിയും പട്ടിയും. അതിൽ ഒരു കോമാളി ഒരു കഥാപാത്രമാണ്, ഒരു ഡോഗ് അതിലുണ്ട്. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് കോമാളിയും പട്ടിയും എന്ന് കഥ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് കൂടുതലുള്ള ഒരു സിനിമയാണ്. ഒരു ഫിലിം മേക്കറുടെ തന്നെ കഥയാണ്. സിനിമയുടെ അന്വേഷണം, അതിൻ്റെ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ഒരു റോഡ്
അക്രമാസക്തമായ ഒരു ജനക്കൂട്ടത്തിൽ ഇടയിൽ പെട്ടുപോയ ഒരു ഫിലിം മേക്കർ ആശുപത്രിയിൽ അതിൻ്റെ ചികിത്സയിൽ കഴിയുന്നു. അയാളുടെ ഇതല്ല, നാട്ടിൽ നടന്നൊരു അക്രമത്തിൽ പുള്ളിയും പെട്ടു. അപ്പോൾ അവിടെ ആ സമയം അദ്ദേഹം പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ട് വയലൻസ് ഉപയോഗിക്കാമോ എന്നുള്ളതാണ് തീം. അപ്പോൾ ഞാൻ എൻ്റെ ഡിപ്ലോമ ഫിലിമിൽ അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ആവാമെന്നാണ്. അപ്പോൾ എൻ്റെ വൈഫ് ഇപ്പോഴും പറയും ഇത് ഇനി ഇവിടെ ഒന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറയും. കേരള ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് മാവോയിസ്റ്റുകളെ വെടിവെക്കുന്നു കൊല്ലുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ വൈഫ് പറയും, പുഷ്പ പറയും, സണ്ണിച്ചേട്ടൻ ഇതാരെയും കാണിച്ചേക്കല്ലേ കേട്ടോ, സണ്ണിച്ചേട്ടൻ ഒരു മാവോയിസ്റ്റാന്ന് പറഞ്ഞു കളയും എന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തും. ബട്ട് ബിയോണ്ട് ദാറ്റ് ഇറ്റ് വാസ് എ റിയൽ എൻക്വയറി ഇൻ ടു ദി സ്റ്റേറ്റ് ഓഫ് അഫെയർ. ആ സമയത്തുള്ള പൊളിറ്റിക്കലി, അത് പ്രത്യേകിച്ചും ഞാൻ ഒരു പൊളിറ്റിക്കൽ ബീയിങ് അല്ലായിരുന്നു. അപ്പോൾ അത് ഈ അടിയന്തരാവസ്ഥയുടെ ആ എക്സ്പീരിയൻസാണ് ഞാൻ കുറേ കൂടെ പൊളിറ്റിക്കലി അവെയറായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ ചെയ്ത സിനിമ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പിന്നെ എമർജൻസി എക്സ്പീരിയൻസിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻസ് ആ സിനിമയിലുണ്ട്. ബട്ട് അതൊരു പിന്നെ തീർത്തും എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഒരു നേച്ചറിൽ ഞാൻ അവിടെ ചെയ്തൊരു സിനിമയായിരുന്നു. നോൺ ലീനിയറാണ് അതിൻ്റെ സ്ട്രക്ചർ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തിട്ടുള്ളതിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡിപ്ലോമ ഫിലിമും ഇതാണ്. 45 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതൊരു ഏതാണ്ട് പാതി ഫീച്ചർ ഫിലിമായിട്ട് തന്നെ വരും. അപ്പോൾ അത് പക്ഷെ ഞാൻ തന്നെ അതിൻ്റെ ഡയറക്ഷനും സ്ക്രീൻ പ്ലേയും എഡിറ്റിങ്ങും ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ എനിക്കത് എഡിറ്റിങ്ങിൽ വീണ്ടും അതിലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടി. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും പരസ്പരം ഹെൽപ്പ് ചെയ്ത് എല്ലാവരുടെയും, എൻ്റെ സിനിമ ഏതാണ്ട് അവസാനത്തേക്ക് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ആ സമയം വരെ എല്ലാവരും കൂടെ നിന്ന് സഹായിച്ചത് കൊണ്ടാണ് ആ ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എന്ന് മാത്രമല്ല അന്നത്തെ കാലത്തെ പിന്നെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജ്മെൻറ്റിനെ ഒന്ന് ചെറുതായിട്ട് കളിപ്പിച്ചാണ് ഈ 45 മിനിറ്റുള്ള സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഇന്ന് വളരെ പ്രശസ്തനായിട്ടുള്ള ക്യാമറാമാൻ അനിൽ മേത്ത, ലഗാൻ എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്ത അനിൽ മേത്ത. അപ്പോൾ അനിൽ മേത്തയെ ഞാനും കൂടെ ഒരു കമ്പൈൻഡ് ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ റിസോഴ്സ് ഒരുമിച്ച് ഇട്ടിട്ട് ഒറ്റപ്പടമായിട്ട് ചെയ്യുകയാണ് എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. സാധാരണ അപ്രൂവ് ചെയ്യാത്തതാണ്, പക്ഷേ എന്തുകൊണ്ടും അവരത് അപ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റിയത്. സോ ഫിലിമിൽ തന്നെ ആദ്യത്തെ ടൈറ്റിൽ അനിൽ മേത്ത പ്രസൻസ് എന്നാണ്. കാര്യം അവൻ്റെ ബഡ്ജറ്റും കൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സിനിമ ചെയ്തത്. പക്ഷെ അത് അന്ന് വളരെ വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും വലിയ പല സംവിധായകരും പിന്നെ ആർട്ടിസ്റ്റുകളുമൊക്കെ അതിനെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. കോസ്റ്റ ഗാവ്രസ് എന്ന് പറയുന്ന ഫിലിം മേക്കർ, പ്രോതിമ ബേദി എന്ന് പറയുന്ന നർത്തകി, അപ്പോൾ അങ്ങനെ പലരും, ക്രിസ്റ്റോഫ് സാനൂസിയെ പോലെയുള്ള സംവിധായകർ. പിന്നീടാണത്, എങ്കിലും ആ ഒരു മൊമെൻറ്റം എനിക്ക് പിന്നെ അത് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ ക്യാമറയിലേക്ക് പോയതുകൊണ്ട്. ദാറ്റ് ഈസ് എ റിഗ്രറ്റ്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.